ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എക്സസൈസ് 5.3-ലെ 5th ക്വസ്റ്റ്യൻ ആണ്. ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഓൾ നമ്പർ by which it should be multiplied so as to get a perfect square number. Also find the square root of the square number so obtained. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് താഴെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് അത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ അതിനെ ഈ ഏറ്റവും ചെറിയ ഏത് ഓൾ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആകും. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും അല്ലേ? ഏതൊരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ കിട്ടിയ പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് നമ്പർ 252. ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? പ്രൈം ഫാക്ടേഴ്സ് 2, 3, 5, 7, 11 എക്സെട്ര അല്ലേ? 2, 3, 5, 7, 11, 13 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള റൂൾസ് അറിയാം. ഏറ്റവും ചെറിയ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഈവൻ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2 വെച്ച് ചെയ്യാം. പിന്നെ 3 വെച്ചാണെന്നുണ്ടെങ്കിലോ സം ഓഫ് ഡിജിറ്റ്സിൻ്റെ സമ്മ് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വെച്ച് ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ 5 വെച്ച് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതൊക്കെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഇത് വന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു ഈവൻ നമ്പർ ആണ് 2. അപ്പോൾ നമുക്കിത് 2 വെച്ച് ചെയ്യാം. 1 2s are 2, 2 2s are 4. 2 2s are 4 ആണ്. ഇവിടെ 5 അല്ലേ? അപ്പോൾ ബാലൻസ് ഒരു 1 ഉണ്ട്. അത് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഇത് എന്തായി 12. അപ്പോൾ 6 2s are 12. ഈ 2 തന്നെ ഈവൻ നമ്പർ ആണ്. 6 2s are 12, 3 2s are 6. ഇനി ഇത് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഈവൻ നമ്പർ അല്ല. അപ്പോൾ ഇത് കൂട്ടി നോക്കിയ 6ഉം 3ഉം ആ രണ്ട് ഡിജിറ്റുകളിൽ കൂട്ടുമ്പോൾ നമുക്ക് 9 കിട്ടും. അതായത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണ് 9. അപ്പോൾ നമുക്ക് ഇതിനെ എന്തുകൊണ്ട് ചെയ്യാം? 3 2s are 6, 1 3s are 3, 21 കിട്ടി. ഇനി 21നെ 3 വെച്ച് ചെയ്യാം അല്ലേ? 2 + 1 3 ആണ്. അപ്പോൾ നമുക്ക് 2 + 1 3. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ചെയ്യാമല്ലോ. 7 3s are 21. ഇനി 7നെ 7 കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ശരിയല്ലേ? ഇത്രയും. ഇനി നമുക്ക് എടുത്തെഴുതാം. 252ൻ്റെ എന്തൊക്കെ കിട്ടിയത്? 2 × 2 × 3 × 7 അല്ലേ? 2 times 3 2 times 7. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ എന്താ? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട് ഏതോ ഒരു സ്മോളസ്റ്റ് ഹോൾ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിതിൽ പെയർ ആക്കുമ്പോൾ നമുക്കറിയാം ഈ 2ഉം 2ഉം പെയറായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? 3ഉം 3ഉം. 7ന് ഇല്ല, 7 സിംഗിൾ ആയിട്ടാണ് ഉള്ളത് അല്ലേ? 2 2ഉം 3 3 2 പ്രാവശ്യം, പക്ഷേ 7 1 ടൈമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്യാം? ഇതിനെ 7 കൊണ്ട്, ഇവിടെ ഒരു 7 വന്നു കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവില്ലേ? ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം ജോഡിയായിട്ടിരിക്കുന്ന ഇവിടെ 7 ഇല്ല. അപ്പോൾ ഇതിനൊരു 7 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ നമുക്കിതിനെ എന്താക്കി മാറ്റാം? പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എഴുതാം. Multiply 252 by 7. Multiply 252 by 7 എന്താക്കാനായിട്ട്? To get perfect square. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 252നെ 7 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. കാരണം ഇവിടെ ഒരു പെയറിൽ 7ൻ്റെ കുറവുണ്ട്. നമുക്ക് ചെയ്യാം. 252 × 7. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ 7 കൊണ്ട് ചെയ്യുമ്പോൾ ഈ സൈഡിലിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഇതതുപോലെ എഴുതിയിട്ട് 7 ഇവിടെ എന്ത് ചെയ്യുക? × 7. കാരണം ഇവിടെ ഒരു 7 ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തും ഒരു 7. ഇവിടെ മൾട്ടിപ്പിൾ 7 ചെയ്യണമെങ്കിൽ ഈ സൈഡിലും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും പെയറായി അല്ലേ?
അപ്പോൾ നമുക്ക് 272 ഇൻറ്റു 7 ആണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 272 ഇൻറ്റു 7 എത്ര കിട്ടും? 1764 കിട്ടും. ഓക്കെ, അപ്പോൾ 252 ഇൻറ്റു 7 1764 കിട്ടും. ഇനി നമുക്കപ്പോൾ എന്തുണ്ടായി? പെർഫെക്റ്റ് സ്ക്വയർ ആയി. നമ്മൾ പറഞ്ഞിരുന്നത് ഒരു സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അപ്പോൾ സ്മോളസ്റ്റ് നമ്പറായ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഈ നമ്പർ കിട്ടി. ഇനി ഇതിൻ്റെ എന്ത് കാണണം? ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ നമ്പർ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അപ്പോൾ സ്ക്വയർ റൂട്ട് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്തിരുന്നത്? തൊട്ട് മുമ്പ് പ്രോബ്ലത്തിലൊക്കെ ഈ പെയറിൽ നിന്ന് അല്ലേ, ഓരോ പെയറിൽ നിന്നും ഓരോന്നിനെ വെച്ച് എടുത്തെഴുതുക. അപ്പോൾ ഈ പെയറിൽ നിന്ന് ഏത് നമ്പറാണ്? 2. ഈ 3യുടെ 2 3 ഉണ്ട്, അതിൽ നിന്നൊരു 3. 2 7 ഉണ്ട്, അതിൽ നിന്നൊരു 7. അപ്പം 2 ഇൻറ്റു 3 ഇൻറ്റു 7, 6 ഇൻറ്റു 7 അല്ലേ, 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 7 42. ആൻസർ ഈസ് 42. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് മാറ്റി, അതിനുശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് ഉണ്ടപ്പോൾ സ്ക്വയർ റൂട്ട് എത്ര കിട്ടി? 42. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് നമ്പർ 180. 180ന് നമുക്ക് ഈവൻ നമ്പറാണ്, 2 വെച്ച് ചെയ്യാം. 9 2s are 18. 0 അതുപോലെ എഴുതുക. ഈവൻ നമ്പറാണ്, 2 വെച്ച് തന്നെ. 4 2s are 8. ബാലൻസ് 1 ഉണ്ട്, അപ്പോൾ ഇവിടെ 10 ആയി. 5 2s are 10. 45 5 കൊണ്ടല്ലാതെ നോക്കേണ്ടത് 4ഉം 5ഉം കൂടി കൂട്ടി വെക്കുക. 4ഉം 5ഉം കൂടി കൂട്ടിയാൽ 9. അപ്പോൾ 9 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 3 ഉപയോഗിച്ച് ചെയ്യാം. 1 3s are 3, ബാലൻസ് 1 15. 5 3s are 15. ദെൻ 3 വെച്ച് 5 3s are 15. 5നെ 5 തന്നെ. അപ്പോൾ എന്താ കിട്ടി നമുക്ക്? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 അല്ലേ, 2 2 3 3 5. അപ്പോൾ ഇവിടെ എന്തില്ല? 2ക്ക് ഇവിടെ ഒരു പെയറാണ്, ഇതൊരു പെയറാണ്. 5ന് പെയറില്ല അല്ലേ. അപ്പോൾ നമുക്കറിയാം നേരത്തെ ചെയ്ത തൊട്ട് എന്തായിരിക്കും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5 വെച്ച്. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം മൾട്ടിപ്ലൈ 180 by 5. ഇതിന് to get perfect square അല്ലേ. അപ്പോൾ 180 നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 180 ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. 180 ഇൻറ്റു 5. 180ൻ്റെ ഒപ്പം ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറായി മാറും. 180 ഇൻറ്റു 5 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5. എന്ത് ചെയ്യണം? ഇവിടെ 5 അല്ലേ ഉള്ളൂ. ആ 5ൻ്റെ ഒപ്പം ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇവിടെ ഒരു 5 ചെയ്തു, അപ്പോൾ ഈ സൈഡിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 180 ഇൻറ്റു 5 എത്രയാണ്? 900. ദെൻ 900 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഇപ്പോൾ 900 ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് 900. 180നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്തായി? 900 × 900 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി. ഇനി ആ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് ദ സ്ക്വയർ നമ്പർ. ഇപ്പോൾ ഓരോ ജോഡിയിൽ നിന്നും ഒരു നമ്പർ വെച്ച് നമുക്ക് എഴുതാം. 2 ടൈംസ് ഉണ്ട്. 2 ഈ പെയറിൽ 3 × 3 ആ പെയറിൽ ഉണ്ടോ? ഇതൊരു പെയർ, ഇതൊരിത്. ഇതിൽ നിന്നും 3 എഴുതാം. ഇവിടെ 5. അപ്പോൾ 6 × 5 2 × 3 6 6 × 5 30. ആൻസർ എത്ര കിട്ടും? 30. അപ്പോൾ അത് നമ്മൾ 180നെ ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി ഒരു പെയറായിട്ടുള്ളതിൽ 5ക്ക് മാത്രം പെയറില്ല.
അപ്പോൾ ആ നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ എഴുതിയാണ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ 180നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 900 കിട്ടി. 900 അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ. ഇനി പെർഫെക്റ്റ് സ്ക്വയർ ആയാൽ മാത്രം പോരാ, അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു. സ്ക്വയർ റൂട്ട് കാണാനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓരോ ജോഡികളിൽ നിന്നും ഓരോ പേരുകളിൽ നിന്നും ഓരോന്നിനെടുത്ത് എഴുതി. അപ്പോൾ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ അതിൻ്റെ ആൻസർ 30. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ 1008. ഇത് ഈവൻ നമ്പറാണ്, 2 വെച്ച് ചെയ്യാം. 5 2s are 10. ഇവിടെ 0 ആണ്, അപ്പോൾ ആ 0 താഴേക്ക് ഇറക്കി ചെയ്യുക. 4 2s are 8. വീണ്ടും 2 2s are 4, ബാലൻസ് 1. 5 2s are 10, 2 2 4. വീണ്ടും 2 വെച്ച് 1 2s are 2, 2 2s are 4, ബാലൻസ് 1 12 അല്ലേ. അപ്പോൾ 12നെ 2 6 times. ദെൻ വീണ്ടും 2 6 2s are 12, 3 2s are 6. 63 2 കൊണ്ട് വരില്ല. അപ്പോൾ അടുത്ത് നോക്കാം. 6 + 3 9. അപ്പോൾ 6 + 3 9 ആയതുകൊണ്ട് നമുക്ക് 3 വെച്ച് ചെയ്യാം. അപ്പം 3 2 3s are 6, 1 3s are 3, then 21 3 വെച്ച് തന്നെ 7 3s are 21, 7 1. ഓക്കെ, ഇനി നമുക്കിതെല്ലാം എടുത്തെഴുതാം. എത്ര പ്രാവശ്യമുണ്ട്? 1 2 3 4. 3 എത്ര പ്രാവശ്യമുണ്ട്? 3 2 7 1 time. അപ്പോൾ പേരാക്കുമ്പോൾ ഇതൊരു പേര്, ഇതൊരു പേര്, ഇതൊരു പേര്. 7ന് പേരില്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 7. നമുക്ക് എഴുതാം multiply it by 7 to get perfect square. Okay, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും 7 ചെയ്യണം, ഈ സൈഡിലും 7. 7 into 7. ഇനി 1008 into 7 എത്രയാ? 7056 കിട്ടി അല്ലേ. ഇനി അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടി. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടി. അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. സ്ക്വയർ റൂട്ട് കാണാനായിട്ട് ഈ ഓരോ പേരിൽ നിന്നും ഓരോന്നായിട്ട് എഴുതണം അല്ലേ. അപ്പോൾ ആദ്യത്തെ പേരിൽ 2, രണ്ടാമത്തെ പേരിൽ നിന്ന് ഒരു 2, മൂന്നാമത്തെ പേരിൽ ഏതാണുള്ളത്? 3. ഇനി ഈ പേര് 7 ഇപ്പോൾ 2 പ്രാവശ്യമായില്ലേ. അപ്പോൾ അതിൽ നിന്നൊരു 7. 2 into 2 into 3 into 7. 2 into 2 4. 4 into 3 12. 12 into 7 84. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 84. അപ്പോൾ നമുക്ക് ആദ്യത്തെ കിട്ടിയ നമ്പറിനെ നമ്മൾ ആദ്യം ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് 7ന് പേരുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 7 ആണ് നമ്മൾ ഈ പറഞ്ഞ സ്മോളസ്റ്റ് ഓൾ നമ്പർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സംഖ്യനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കൊരു സ്ക്വയർ നമ്പർ കിട്ടി. ആ സ്ക്വയർ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനായിട്ട് അതിലത്തെ ഓരോ പേരിൽ നിന്ന് ഓരോ സംഖ്യ എടുത്ത് എഴുതുക. ആ സംഖ്യകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം തേർഡിൻ്റെ ആൻസറാണ് 84. 2028. അപ്പോൾ അതിനെ ഈവൻ നമ്പറാണ്, 2 വെച്ച് ചെയ്യാം. 1 2s are 2, 0, 1 2s are 2, 4 2s are 8. ദെൻ ഈവൻ നമ്പർ 2 വെച്ച് 5 2s are 10. ഇനി ഇവിടെ 1 ആണ് അല്ലേ. അപ്പോൾ 1ൽ 2 പോവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം കേട്ടോ. 1 0 1 4. ഇതിനെ ചെയ്യുമ്പോൾ 5 2s are 10. ഇത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഡിജിറ്റ് 1 ആണ്, 14 ആയിട്ട് എടുക്കരുത്. 1 ആണ്. അപ്പോൾ 1ൽ 2 സ്മോളസ്റ്റ് ആയതുകൊണ്ട് പോവില്ല. അപ്പോൾ നമുക്കൊരു 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യുമ്പോൾ ഇത് 14 ആയിട്ട് വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 7 2s are 14. ഓക്കെ, 0 14, 7 2s are 14. ഇനി ഇത് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. 5 + 7
12 ആണ് കിട്ടുന്നത്. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എവിടെ തന്നെയാണ് 3. അപ്പോൾ നമുക്കിതിനെ 3 വെച്ച് ചെയ്യാം. 1 3s are 3, ബാലൻസ് 2, 20. 20ൽ 6 3s are 18 ബാലൻസ് 2, ഇവിടെ 27. 9 3s are 27. 169 എന്തിൻ്റെ സ്ക്വയറാണ്? 13 കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 2 3 5 ഒന്നും പറ്റില്ല. അപ്പോൾ 13ൻ്റെ സ്ക്വയറാണ് 169. ദെൻ 13, ഇവിടെ 13 തന്നെ 1. അപ്പോൾ ആൻസർ എന്താണ്? 2 × 2 × 3 × 13 × 13. അപ്പോൾ ഇതിൽ നമുക്ക് പെയർ ആക്കുമ്പോൾ 2 times 3ക്ക് പെയറില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 വെച്ച്. അപ്പോൾ മൾട്ടിപ്ലൈ 2028 by 3 to get a perfect square number. ഓക്കെ, അങ്ങനെ എഴുതണോ? ഈ ലൈൻ അവിടെ അതുപോലെ എഴുതണേ. അതിനുശേഷം നമുക്ക് 2028നെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ഉണ്ട്? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ 2 × 2 × 3. അപ്പോൾ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ഉണ്ടേ. അപ്പോൾ വീണ്ടും ഒരു 3 എഴുതാം. ഇവിടെ 3 വരുന്നതുകൊണ്ട് ഇവിടെയും ഒരു 3 × 13 × 13. അപ്പോൾ 2028 × 3 എത്ര കിട്ടും? 6084. ഇപ്പോൾ 2028ന് സ്മോളസ്റ്റ് നമ്പറായ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 6084 കിട്ടി. ഇനി അതിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയർ റൂട്ട് കാണാനായിട്ട് ഒരു പെയറാക്കുക. അതിൽ നിന്നും എടുത്തെഴുതുക. ഇതിൽ നിന്നും 2, ഈ പെയറിൽ നിന്നും 3, നെക്സ്റ്റ് 13. അപ്പോൾ 2 × 3 × 13. അപ്പോൾ 2 × 3 6 × 13 78. Answer is 78. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ദ സ്ക്വയർ നമ്പർ is 78. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എഴുതാം. 1458. ഈവൻ നമ്പറാണ് 2 വെച്ച്. 7 2s are 14, 2 2s are 4, ബാലൻസ് 1, 9 2s are 18. ദെൻ 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. 3 കൂട്ടുമ്പോൾ 7 + 2 + 9 = 18. അപ്പോൾ 18 3ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ദെൻ 3. 2 3s are 6, ബാലൻസ് 1, 4 3s are 12, 3 3s are 9. 2 + 4 + 3 9. ദെൻ 3 വെച്ച് ചെയ്യാൻ പറ്റും. 8 3s are 24, 1 3s are 3, 81. 8 + 1 9 ആയതുകൊണ്ട് 3 വെച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ 2 3s are 6, ബാലൻസ് 2, 21. 7 3s are 21. 3 തന്നെ. 9 3s are 27. 3 3s are 9, again 3. ഇതെല്ലാം എടുത്തെഴുതാം. 2 1 2 3 4 5 6. 1 2 3 4 5 6. 6 3s ഉണ്ട് അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ പെയറാക്കാൻ. ഇതിന് പെയർ, ഇത് പെയർ, ഇത് 2ന് പെയറില്ല. അപ്പോൾ നമുക്ക് ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്തുകൊണ്ടായിരിക്കും? 2 വെച്ച്. നമുക്ക് എഴുതണം മൾട്ടിപ്ലൈ ദ നമ്പർ 1458 by 2 to get a perfect square. അങ്ങനെ അടുത്ത ലൈൻ എഴുതണം കേട്ടോ നിങ്ങളോ. മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 2. ദെൻ 1458ൻ്റെ ഒപ്പം നമുക്ക് എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 2. അതുപോലെ തന്നെ ഇപ്പുറത്തും 2 ചെയ്യണം. 2ൻ്റെ ഒപ്പം 2 എഴുതാം. ബാക്കി അതുപോലെ തന്നെ 3 4 5 6. ഇനി 1458ൻ്റെ ഒപ്പം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2916. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഏത്? 2916 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയറിന് അതിൻ്റെ എന്താണ് ഇനി അടുത്ത് കാണേണ്ടത്? സ്ക്വയർ റൂട്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് കാണണം. സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമുക്കിതിനൊരു പെയറായിട്ട് തിരിക്കണം. ഇപ്പോൾ ഈ പെയറിൽ നിന്ന് ഫസ്റ്റത്തെ 2, സെക്കൻഡിൽ നിന്ന് 3, നെക്സ്റ്റ്
3, ഈ പറയുന്നൊരു 3. 2 into 3 6. 6 into 3 into 3 9. അപ്പോൾ 6 into 9 54. Answer is 54. Sixth question 768. ഈവൻ നമ്പർ ആണ്. 2 വെച്ച് ചെയ്യുക. 3 2s are 6, balance 1. 8 2s are 16, 4 2s are 8. Then 2, 1 2s are 2, balance 1. 9 2s are 18, 2 2s are 4. 2, 9 2s are 18, balance 1. 6 2s are 12. Then 2, 4 2s are 8, balance 1. 8 2s are 16. Then 2, 2 2s are 4, 4 2s are 8. Then 2, 1 2s are 2, 2 2s are 4. വീണ്ടും 2, 6 2s are 12. നിങ്ങളുടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതണേ. 6, 2 വെച്ചിട്ട് 3 2s are 6, 3. ഓക്കെ, ഇനി എടുത്തെഴുതാം നമുക്ക്. 1 2 3 4 5 6 7 8. 8 2 ഉണ്ട്. 2 3 4 5 6 7 8 4 5 6 7 8. പിന്നെ ഒരു 3. പിന്നെ നമുക്കിതിനെ പെയറാക്കിയാൽ 3ക്ക് പെയറില്ല അല്ലേ? 3ക്ക് മാത്രം പെയറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ 768 by 3 അങ്ങനെ എഴുതുക കേട്ടോ. മൾട്ടിപ്ലൈ 768 by 3 ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിനെ? 762 ഇൻറ്റു 3. ഇതുപോലെ എഴുതുക. 4 5 6 7 8. 1 2 3 4 5 6 7 8 3. ഇതിനൊപ്പം വീണ്ടും ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത 3. ഇപ്പോൾ 768 ഇൻറ്റു 3 എത്രയാ? 2304. 2304 കിട്ടും. ഇനി അപ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. സ്ക്വയർ റൂട്ട് കാണാനായിട്ട് ഇതോരോ പെയറാക്കുക. ആ പെയറിൽ നിന്നും ഫസ്റ്റ് ഒരു 2, സെക്കൻഡ് പെയറിൽ 2 2, ദെൻ 2, ഇവിടെ നിന്ന് 3. 2 into 2 4, 4 into 2 8, 8 into 2 16, then into 3 48, 16 into 3 48. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ആ 768 എന്നുള്ളത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലായിരുന്നു. അപ്പോൾ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്ത് നമുക്ക് മനസ്സിലായി പെയറില്ലാത്ത സംഖ്യ ഏതാണെന്നുള്ളത്. ആ സംഖ്യ വെച്ച് നമുക്ക് ആ സംഖ്യനെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അത് അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. സ്ക്വയർ റൂട്ട് കാണാനായിട്ട് പെയറായിട്ട് എടുത്ത് അതിൽ നിന്ന് ആ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സ്ക്വയർ റൂട്ടും കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ല എല്ലാ പ്രോബ്ലംസും? അപ്പോൾ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.